CPM-നുണ്ടായിട്ടുള്ള ഇടതുപക്ഷത്തിനുണ്ടായിട്ടുള്ള വലിയ പരാജയത്തെക്കുറിച്ച് പാർട്ടി ചർച്ച ചെയ്യുകയാണ്. പക്ഷേ ആ ചർച്ച യഥാർത്ഥ പരാജയ കാരണം കണ്ടെത്തുന്ന ചർച്ചയാണോ അതിൽ നടക്കുന്നത് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. കാരണം പലപ്പോഴും തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ CPM ഇത്തരം അഭ്യാസങ്ങൾ നടത്താറുണ്ട്. അതിലൊന്നായിട്ടേ ഞാൻ അതിനെ കാണുന്നുള്ളൂ. കാരണം യഥാർത്ഥ കാരണം എന്താണ്? എവിടെയാണ് പാർട്ടി പരാജയപ്പെട്ടത്? എവിടെയാണ് പാർട്ടിയുടെ അണികൾ പാർട്ടിക്കെതിരെ വോട്ട് ചെയ്തത്? എന്തുകൊണ്ടാണ് എന്നത് പരിശോധിക്കാൻ പാർട്ടി തയ്യാറുണ്ടോ? ഇവിടെ പരാജയപ്പെട്ടത് പയ്യന്നൂരും തളിപ്പറമ്പൊക്കെയാണ് സാർ. പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം CPM-ന്റെ കേരളത്തിലേതല്ല ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രമാണ്. തളിപ്പറമ്പാണെങ്കിൽ മൊറാഴിയും ബക്കളവും അതുപോലെ തന്നെ റാക്കലിൻ്റെ നാടായ കേരളവും കുഞ്ഞാക്കമ്മയുടെ നാടായ കണ്ടക്കയും പാടിക്കുന്ന് ദൃക്സാക്ഷികളും കാവുമ്പായി സമരസേനാനിയായിട്ടുള്ള കുഞ്ഞിക്കൻ്റെ നാടായ മലപ്പട്ടവും എല്ലാം ഉൾപ്പെടുന്ന പ്രദേശമാണ് സാർ തളിപ്പറമ്പ്. ആ തളിപ്പറമ്പിൽ ഇടതുപക്ഷം തോറ്റു. എന്തുകൊണ്ട് തോറ്റു? എവിടെയാണ് വോട്ട് ചോർച്ച? അപ്പോഴാണ് ചില വിദഗ്ധന്മാർ പറയുന്നത് പള്ളിയിൽ നിന്നുള്ള നിർദ്ദേശം കൊണ്ടാണ് അവിടെ പരാജയപ്പെട്ടതെന്നാണ്. അവിടെ ന്യൂനപക്ഷ വർഗീയത ഉറഞ്ഞു തുള്ളലാണ് ഉണ്ടായതെന്നാണ് കണ്ണൂർ ജില്ലാ സെക്രട്ടറി പറയുന്നത്. വസ്തുത അതാണോ? യഥാർത്ഥത്തിൽ അതാണോ വസ്തുത? യഥാർത്ഥത്തിൽ എവിടെയാണ് പരാജയപ്പെട്ടത്? കമ്മ്യൂണിസ്റ്റുകാരാണ് സാർ. കമ്മ്യൂണിസ്റ്റുകാരുടെ CPM-നെതിരായി വോട്ട് ചെയ്തിട്ടുള്ളത്. എന്തുകൊണ്ട് വോട്ട് ചെയ്തു? നിങ്ങളുടെ സമീപനമാണ് സാർ. തിരുത്തണം. ഇവിടെ കഴിഞ്ഞ ഗവൺമെന്റ് ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല. പല നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും 35 സീറ്റിലേക്ക് എന്തുകൊണ്ട് ഇടതുപക്ഷം ഒതുങ്ങി? എന്തുകൊണ്ട് 102 സീറ്റിലേക്ക് UDF ഉയർന്നു? അവിടെയാണ് സാർ പരിശോധിക്കേണ്ടത്. അവിടെ നിങ്ങൾ കാണേണ്ടത് ജനാധിപത്യം എന്നത് CPM അംഗീകരിച്ചു കൊടുത്തില്ല. ജനാധിപത്യം അംഗീകരിച്ചില്ല. പാർട്ടിയിൽ ചർച്ച ചെയ്ത് പാർട്ടിയിൽ പറയുന്ന കാര്യങ്ങൾക്ക് പരിഗണന കൊടുത്തില്ല. നിങ്ങൾ അടിച്ചേൽപ്പ് അധികാരത്തിന്റെ അന്ധത ബാധിച്ചത് നേതൃത്വം അതായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ താഴെ കടയുന്ന ചർച്ചകൾക്ക് കേൾക്കാൻ അവർ പരിഗണിക്കാൻ അവർ തയ്യാറായില്ല. അതിന്റെ ഫലമാണ് സാർ പരാജയപ്പെട്ടത്. ഇപ്പോൾ എവിടെയാ തോറ്റ്? തൃക്കരിപ്പൂരും അതുപോലെ തന്നെ പേരാമ്പ്രയും നമ്മളൊരു കൊച്ചു സഹോദരിയാണ് LDF-ന്റെ കൺവീനറെ തോൽപ്പിച്ച് ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കാണണ്ടേ? ഈ പാഠം പഠിക്കണ്ടേ? അത് പഠിക്കാൻ CPM തയ്യാറാവുന്നില്ല എന്നതാണ് അവരുടെ അനുഭവത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയുക. ഇവിടെ നിങ്ങൾ കാണണ്ട സാർ, ഇവിടെ എന്തുകൊണ്ടാണ് കഴിഞ്ഞ ഗവൺമെന്റ് കുറെ വികസനം നടത്തി എന്ന് പറയുന്നു. അടിസ്ഥാന വർഗത്തെ മറന്നുപോയില്ലേ? അടിസ്ഥാന വർഗ കർഷക തൊഴിലാളിയുടെ അതിവർഷാനുകൂല്യം കൊടുത്തോ? നിർമ്മാണ തൊഴിലാളികളുടെ പെൻഷൻ കൊടുത്തു തീർത്തോ? എന്തിനാണ് സാർ കൈത്തറി തൊഴിലാളി? നമ്മുടെ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി മുൻ ധനകാര്യമന്ത്രി ഇവിടെ ഇരിക്കുന്നില്ല. കൈത്തറി തൊഴിലാളികൾ 6 മാസത്തെ കൂലിയല്ലേ സാർ കൊടുക്കാൻ ബാക്കി? ഇതുവരെ കൊടുത്തു തീർക്കാൻ കഴിഞ്ഞു? എത്ര തവണ ഞാൻ അതിന്റെ ചെയർമാനായിരുന്നു സാർ, ഹാൻബീമിന്റെ ചെയർമാൻ. എത്ര തവണ ഞാൻ അവിടെ നടന്നു കയറിയിട്ടുണ്ട്.